Hello my dear friends, welcome back to our channel. ഞാൻ ജിൻഷ, യാസീൻ ഇപി, അൻഫിൽ, ഷാമോൻ, സുഹൈലക്ക. പുള്ളി അങ്ങോട്ട് പോയിട്ടോ, പുള്ളിയുടെ അനിയനാട്ടോ അൻഫില്. ഇവർ രണ്ടുപേരും കണ്ണൂരിൽ നിന്ന് നമ്മളന്ന് ഗോവയ്ക്ക് പോയപ്പോ ഇല്ലായിരുന്നോ? അവര് തന്നെയാട്ടോ ഇവരും. നമ്മളിപ്പം വാഗമൺ വരെ പോവാ. വാഗമൺ എന്ന് പറയാൻ പറ്റില്ല. അത് തന്നെ, അങ്ങനെ കയറി കൂടും. അതൊന്നുമില്ല, ലക്ഷ്യം വാഗമണ്ണാണ്. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും മലയുണ്ടെങ്കിൽ അവിടെ പോകും. അതാണ് ലക്ഷ്യം. അതേ ഉള്ളൂ, അത്രയുള്ള ഉദ്ദേശം. അപ്പൊ അങ്ങോട്ട് പോവാം എന്നുള്ളൊരു ഇതില് ഞങ്ങൾ ഇങ്ങനെ നിന്നാട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയത്. അതെ, കുറെ നാൾക്ക് ശേഷം എല്ലാവരും കൂടി എല്ലാം ചവിട്ടായിരുന്നു. വരാൻ പറ്റില്ല. അമല അതിന്റെ സെഡായിട്ടിരിക്കുക. അമലിന് ചെറുതായിട്ടൊന്ന് കൊറോണ ക്വാറന്റൈനിലാണ്. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അല്ലെങ്കിൽ അവനും വന്നേനെ. ഞാനൊക്കെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നെ കൊണ്ടുപോയില്ലാട്ടോ. അങ്ങോട്ട് ക്വാറന്റൈൻ ഇരിക്കാനാ? അല്ല, അതല്ല, നിങ്ങളൊക്കെ തന്നെ പോയില്ല. ശരി, ഞാൻ തന്നെ പോയില്ല. നിങ്ങളൊന്നും എൻ്റെ കൂടെ വന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. നിയാസിക്ക് തന്നെ പോയിട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഉള്ളായിരുന്നു. ഞങ്ങളൊക്കെ നിയാസിക്കാന് ചവിട്ടി തേച്ച്. അതെ, അപ്പൊ ആരാലോ ചവിട്ടി തേച്ചെന്ന് മനസ്സിലായല്ലോ. നാലുപേരും എന്നെ ചവിട്ടി. ഞാൻ ഒറ്റയ്ക്കാ പോയത്. അത് തന്നെ. എൻ്റെ ഒപ്പം വന്ന് 39 സമന്മാരെയും കാണാനില്ല. ഞാൻ മാത്രം ഇവിടെ വന്ന് അതുപോലെ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാണാം കേട്ടോ. ഞങ്ങളപ്പോൾ ജസ്റ്റ് വാഗമൺ വന്നപ്പോൾ ഇവിടെ റൈറ്റിലോട്ട് ഒരു വഴി കണ്ടു കേട്ടോ. ചുമ്മാ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ ജസ്റ്റ് കയറും കേട്ടോ. ഞങ്ങൾ പണ്ട് ഇവിടെ പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, ഒരു ഐഡിയ കിട്ടണില്ല. എന്തായാലും പോവാണ്. ജിൻഷാക്ക് അതൊരു ഓൺലൈൻ ക്ലാസ്സിലാട്ടോ. കൊല്ലം പോലീസ് ആണെന്നെങ്കിൽ പുറകിലാണെങ്കിൽ ഷാക്കൂട്ടിനും സുഹൈലും കൂടെ ഭയങ്കര കച്ചവടം, ടയർ കച്ചവടം കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഉറച്ചു നിൽക്കണം കേട്ടോ. ഇപ്പൊ 46 ലാസ്റ്റ് എന്ന് പറഞ്ഞത് 48 ഇപ്പൊ. ഇത് മുകളിലോട്ട് കയറുന്നവർക്ക് റേറ്റ് കൂടുതലുള്ള ഉയരം കൂടുന്നവരും റേറ്റ് കൂടുന്നു. ഷാക്കൂട്ടിന്റെ ടയർ സുഹൈൽ മേടിക്കാൻ പോണു. അപ്പൊ സുഹൈൽ റേറ്റ് പറഞ്ഞോണ്ടിരിക്കണേട്ടോ കഥ. ഞങ്ങളെന്തായാലും മല മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താഴെ വെച്ച് റേറ്റ് കുറവായിരുന്നു, മേളിലേക്ക് വന്നപ്പോൾ റേറ്റ് കൂടി. ഈ വഴി നേരെ തന്നെ പോയിക്കൊണ്ടിരുന്ന നമ്മള്. ഈ വഴി പോകാൻ കിട്ടിയതോ? അപ്പോൾ ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഇവിടെ കട്ടറുള്ള വഴിയായിരുന്നു തോന്നുന്നു കേട്ടോ. ഒന്നും മനസ്സിലാവണില്ല. പക്ഷെ നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അന്ന് വന്നത് ഈ വഴി തന്നെയാണ്. ഇപ്പോൾ ഉറപ്പായി. അവിടെ രണ്ട് സൈഡും കാപ്പിത്തോട്ടമായിരുന്നു. ആ തണുപ്പും കയറി തന്നെ ഉണ്ട്. മഴയും മഞ്ഞും ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇത് മൊത്തം ഇത് ട്രാക്കായിട്ട് കിടന്ന സ്ഥലമായിരുന്നു കേട്ടോ. ചെറിയൊരു ഇടയ്ക്ക് ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. മിക്കവാറും അങ്ങനെ ഉണ്ടെങ്കിൽ അതെ, അവിടെ വരെ ഉള്ളൂ കോൺക്രീറ്റ്. ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഇതിനെ തിരിച്ചിറങ്ങി വന്നു നമ്മള്. ശരിയാണ്. 1 ലക്ഷം രൂപ ഉണ്ടാവില്ലേ? പാലായിക്ക് പോവാന്ന് യാസി. ഇതൊരു വഴിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് ഒരു മയത്തിൽ പതുക്കെ കാല് കൊടുത്ത് കയറുക. നമ്മൾ ഓവറായിട്ടൊന്നും കാല് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പുള്ളിയെ കൊണ്ട് രക്ഷയിലേക്കുള്ളത് പുള്ളി ഉമ്മ വഴിയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിട്ടോ. ഈ പുള്ളി കീറി മാറാണ്ട് വണ്ടി ഇടിച്ച് നിർത്തിയിട്ടോ. ആ വണ്ടിയുടെ ഊപ്പാട് എളുപ്പമില്ല. വഴി മൊത്തം വീതി കൂട്ടി ഫുള്ള് ഇതാക്കി മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ശരിയാക്കി. ക്ലച്ച് കയറുമ്പോൾ 3G ആയി. അത് രണ്ട് പണിയുമ്പോൾ എല്ലാം ചെയ്യാം. വണ്ടി പണിയുമ്പോൾ എല്ലാം ചെയ്യാൻ മാറ്റിയിട്ടുണ്ട്. വണ്ടി പണിയോട് വെച്ചോ. വണ്ടി വഴിക്ക് വെച്ച് ഊരി പോകുമ്പോൾ ചെയ്യും. സത്യം. വേറൊരു സാധനം ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല കേട്ടോ. വണ്ടി പണിയുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കട്ടെ. കണ്ടോ, ഞങ്ങൾ പൊട്ടിക്കായി. വേറൊരു സാധനം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാവേ. അടിപൊളി സാധനം. ഇതിൻ്റെ മുകളിലോട്ടോട്ടോ പോകണേ. നല്ല രസം, അടിപൊളി വൈബാ. നമ്മുടെ ജീപ്പ് കയറി വരും. ആ പാറപ്പുറത്ത് പോയിരിക്കാൻ നിർത്താം. പാറകളൊക്കെ വഴി വെട്ടിന്ന് പോകുന്നു കേട്ടോ. ഇത് അവിടെ എവിടെ കണ്ടോ. എന്തായാലും
ബാക്ക് ഒരു മരം ഒടിഞ്ഞു കിടക്കുന്നു. ഓ ആ ഇത് വഴി അടച്ചു വെച്ചേക്കണിയാ, വഴി അടച്ചു വെച്ചേക്കണിയാ. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അറിയില്ലല്ലോ. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടോ? എന്താ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ സംശയമുണ്ട്. വഴിയൊക്കെ അടച്ചു വെച്ചേക്കണിയാ. എന്തോ റിസോർട്ട് പണിയാനാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ അന്ന് ഇവിടെ എന്ത് ചെയ്യും? ഓ നല്ല തണുത്ത കാറ്റ്. ഒന്നുമില്ല, വെറുതെ കയറി വരണ്ട. ഒന്നുമില്ല ഇവിടെ പാറയോ അങ്ങനെ ഒന്നുമില്ല. പാറ പറ്റി അപ്പുറമായിരുന്നു തോന്നുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ഇച്ചിരി സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നു കേട്ടോ, ഇച്ചിരി പത്തിരി ഇറച്ചി. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാ. ഒച്ചയൊന്നുമില്ല, ഉള്ളു കൂവിയിട്ട്. അവിടെ എന്തോ റിസോർട്ട് പണിയാണ്. ആ ഈ മഞ്ഞ വരണു, കോട കോട മഴയും വരുന്നുണ്ടിട്ടാ. മഴ പൊടിയാൻ തുടങ്ങി കേട്ടോ, മഴ പൊടിഞ്ഞു തുടങ്ങി. ഞാൻ ഈ യാസീപ്പേട്ട് പോയി ചിപ്പ് പൊടിക്കണം. യാസിക്ക് അങ്ങോട്ട് നടന്നുപോയി. യാസീപ്പ് ടെററാന്ന്. ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, ആ പാറയിൽ പോയിരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു. ഓ മഞ്ഞ് കയറിക്കണോക്കി, മഞ്ഞ കയറി താഴെ കൂടെ വഴിയാണ് മൊത്തം. നല്ല പത്തിരി ഇറച്ചി. ഔ ഭായിമാരുടെ കറികളുണ്ട്. കറക്കി ആറ് കൂടിപ്പോയി. ജീപ്പെങ്ങാനും കരികൂടൊന്നുമില്ലേ പെട്ടുപോനെ. നല്ല സൂപ്പർ പത്തിരി ഇറച്ചി. കണ്ട കൊതിയാവും. വീട്ടിലുണ്ടാക്കിയതാലോ. പത്തിരി കടയിൽ വിളിച്ചായിരിക്കും. അവളുടെ വീട്ടിൽ നിന്നോ. ആക്രാന്തുള്ള ഡോക്ടർമാരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡോക്ടർ സുഹൈൽ എല്ലാരും നല്ല നമുക്ക് കേട്ടോ. പറയണ ആള് ചുമ്മാ കേട്ടോ. നല്ല അവിടെ പുള്ളിയുടെ പാത്രം ഉണ്ടായിട്ട് അടുത്ത പാത്രത്തിൽ വന്ന് കൈ തിണ്ടി എന്നാ സാധനം നല്ലൊരു പീസ് എടുത്തോണ്ട് പോയല്ലോടാ. ഞങ്ങളെ കൊണ്ട് ഇത്രയല്ലേ പറ്റുള്ളൂ. നിനക്ക് ചള്ളാട്ടന്മാരൊക്കെ ജെഫിന്റെ കല്യാണം 19 ജെഫിന്റെ കല്യാണോ? കളിക്കാൻ മതിയായിരുന്നു. വടിച്ചെടുത്തോട്ട് വണ്ണം വെക്കാൻ വേണ്ടി കറി വെക്കാൻ നോക്കിയിട്ടില്ല ഗൈസ്. വണ്ണം കുറഞ്ഞു വന്നു. ജിൻഷാക്ക് ഭയങ്കര അത് ഊറ്റി കളഞ്ഞ മറ്റേ നെയ്യാളോ. ജിൻഷാണ് തീറ്റിക്കണേ, അതുകൊണ്ടാവുമ്പോ ഉണ്ടായിരിക്കണേ. ആ മനസ്സിലായി മനസ്സിലായി. ഫുള്ള് ഹൈ റേഞ്ചിലൊന്ന് ഞങ്ങൾ താർക്കും. വടിച്ചെടുത്ത് 3 മണി തൊട്ടോ നല്ല തീറ്റ. എന്നായിരുന്നു 19-ാം തീയതിയോ? മഞ്ഞ് കയറി നോക്കിയ ഗൈസ്. അടിപൊളി കേട്ടോ, ഭയങ്കര രസം. എടാ ഇത് നോക്കിയാണ് ചാക്കൂട്ടാ, ചാക്കൂട്ടാ. വാവ് കയറി വരുന്നു. അടിപൊളി അടിപൊളി. ഇങ്ങോട്ട് വരും കേട്ടോ. എടാ വന്നു 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 വന്നു. വേണ്ട വിളിക്കണ്ട. കേറി 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 കേറിയോ. ഇങ്ങോട്ട് കൊണ്ടോ, ക്യാമറയിൽ കാണത്തില്ല പക്ഷെ ഇങ്ങോട്ട് കയറി വന്നിട്ട് നന്നായിട്ട് അടിച്ചു വരുന്നു അടിച്ചു വരുന്നു. വാവു ഓഹോ ഫുള്ള് കോട കയറി കേട്ടോ. ഇങ്ങോട്ട് കുറച്ച് ഭാഗത്ത് മാത്രം കാണാം. അതിപ്പോൾ തന്നെ കവർ ചെയ്ത് പോകും കേട്ടോ. എന്താണ് പറയാൻ? പെണ്ണ അലയിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കണേ കേട്ടോ. അല്ല കാമുകീനെ കാണിക്കേ.
ഇന്നലെ പോയപ്പോ നിന്റെ ഡാഡിയുടെ പട്ടിയാ സാധനം. നല്ല മഞ്ഞാട്ടോ, നല്ല രസം. പ്രതീക്ഷിക്ക വന്നപ്പോ മഞ്ഞില്ലായിരുന്നു കേട്ടോ. ഓ ഇത് ഇവര് തണുക്കും, എനിക്ക് എന്താ അസുഖമുണ്ട്, ഇവന്റെ തണുപ്പിന്റെ സാധനം എന്തോ പൊട്ടിക്കിടക്കും കേട്ടോ. അതെ, ഇവരെ നാട്ടിൽ മഞ്ഞുണ്ടെന്ന് വെറുതെ പറഞ്ഞതാട്ടോ. മരപ്പട്ടി പോണു ഗൈസ്. ഓടി മരപ്പട്ടി ഓടി. നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. പാവം ചമ്മി പോയി. എല്ലിനെ പോലും വെറുതെ. അതെ, എല്ല് പോലും ഇല്ലാണ്ട് വെറുതെ വടിച്ചു വെച്ചേക്കുവാ. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. ഞങ്ങളപ്പോൾ അവിടെ ഒരു മല കണ്ടു കേട്ടോ. ആ മലയുടെ മേലേക്ക് ചെറിയൊരു വഴി വിട്ടിട്ടുണ്ട്. അതെന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ളതൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാട്ടോ. പിന്നെ ഈ മലയുണ്ട്, അത് പക്ഷേ കേരളിച്ചിട്ട് ടാസ്ക്കാണ്. റിസ്ക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കൂല കേട്ടോ. പിന്നെ അതുമല്ല, നമ്മൾ ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ ആരും അനുകരിക്കാണ്ടിരിക്കുക. അതാണിപ്പം നമുക്ക് നല്ലത്. നവേ മനുണ്ടോ ഇയാള്? സുഹേൽ വണ്ടി ഓടിക്കണമെന്നും പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഒരുവിധം ഞാൻ തൽക്കാലം സീറ്റിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കേ, നമ്മളിത് അങ്ങോട്ടാട്ടോ പോണേ. ആ മലയുടെ മേളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. കണ്ടോ, പാസേജ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അങ്ങോട്ടേക്ക് എവിടെ നിന്നാണ് പോണതെന്ന് അറിയത്തില്ല, പോകാൻ പറ്റുമോ എന്നും അറിയത്തില്ല. അവിടെ വഴിയില്ലെന്ന് തോന്നൂലോടാ. ഇത് അവിടെ ഇടിഞ്ഞു പോയേക്കണേ. ആ കല്ല് കെട്ടി വഴി ഉണ്ടാക്കാനുള്ള പരിപാടി എങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴി കയറി പോകണ്ടല്ലോ, മേളിലേക്ക് കയറാൻ പറ്റുമോ? പോയി നോക്കാം ഗൈസ്. എന്തായാലും ഗായ്സ് കുറച്ച് നിർത്തിയല്ലോ. നീയൊക്കെ കൂടി പറഞ്ഞ് വായിൽ കയറ്റി വെച്ച പോലെ ഗായ്സ്. നീ ഗായ്സ് ഇല്ലാട്ടോ ഞങ്ങക്ക്. ആ നന്നായി. ഞാനും ഐഫോൺ എടുക്കാൻ പോവാണ് ഗായ്സ്, പക്ഷെ പൈസക്ക് ഷോർട്ടായില്ല. ഓ, ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വരുന്നെങ്കിലും അല്ലേ. മരക്ക വാരുവാലോ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായിട്ട് നിയാസിക്ക് വ്ളോഗ്സ് മുന്നോട്ട്. അപ്പൊ അതൊക്കെ പോണം കേട്ടോ. വഴി ആ വഴി അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ ആളുണ്ട്. മാരൊക്കെ ചുമ്മാ തള്ളുവാണ്, തല്ലി മറക്കോട്ടെ. ജിൻഷ MBAക്ക് പഠിക്കുവാന്നും പറഞ്ഞ് പുള്ളി മാട്രിമോണി രജിസ്റ്റർ ചെയ്തു കേട്ടോ. വേണ്ട നേരം നോക്കും. അപ്പൊ ഇത് വഴിയുണ്ട്. ആ സൈഡ് ചേർത്ത് നോക്കൂ, ഈ സൈഡ് ചേർക്കല്ല, ആ സൈഡ് ചേർത്ത് നോക്കൂ. താഴെ ചാടുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ഇവിടെ വഴിയൊക്കെ കെട്ടി കയറും കേട്ടോ. ഭയങ്കര വീതിക്കാട്ടോ വഴി കെട്ടണേ, നല്ല വീതിയുണ്ടേ. അതെ, മേലേക്ക് ചെല്ലുമ്പോൾ അറിയാം വഴി എന്തോരം കൊണ്ട് എവിടെ വരെ പോകും എന്നുള്ളതൊക്കെ. നാളെ ആദ്യമായിട്ടാട്ടോ ഈ വഴിക്ക് തന്നെ. അപ്പുറം നിന്നപ്പോഴേക്കും ഇപ്പുറം ഒരു മല കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് ഒന്ന് കയറി. ഇതിന്റെ മൈക്ക് പോകണമല്ലോ അല്ലേ, കേൾക്കൂലോ അല്ലേ? അല്ലെങ്കിൽ ചമ്മി പോകാൻ പറ്റില്ല, എനിക്ക് ചമ്മാൻ പറ്റാത്തോണ്ടാ. ഇവിടെ വഴിയുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പോട്ടറ അങ്ങോട്ട്. നീ എന്നാലും ദുരന്തമായി തുടങ്ങണേ. അങ്ങ് കേറിപ്പോ, മണ്ണിൽ തട്ടും, മണ്ണിൽ ടയർ കയറുമെന്നും പറഞ്ഞുകൊണ്ട് റിവേഴ്സ് എടുക്കുന്നത് സുഹൈല്. ഇമാതിരി ഡ്രൈവർമാർക്ക് വേണ്ടി പിന്നെ പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ?
ആണോ? വലിയ പൈപ്പാണോ? എടാ ഓസ് മാറ്റിക്കടാ, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാം. അവിടെയായിട്ടൊരു ഇത് കിടപ്പുണ്ട് കേട്ടോ, ഓസ്. അപ്പോൾ ആ ഓസ് മാറാന്ന് ഓർത്ത് മാറ്റാനകത്ത് കയറി പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ വീഡിയോ എടുക്കണ ഐഫോണിലാട്ടോ. ഷെയ്ക്കുണ്ടോന്ന് ഷെയ്ക്കൊന്നും ഉണ്ടാവില്ലോ അതിനകത്ത് വീഡിയോ എടുത്താന്ന് ഓർത്ത്. ഇങ്ങനെ നടന്നു പോണേക്കോ. എടാ ഇവിടെ കല്ല് വട്ട വിട്ടേക്കുവാ, അത് വിഷയമില്ല. ഇതിലും വലിയ കല്ലിന്റെ മുകളിൽ നമ്മൾ കയറിയിട്ടുള്ള. നീ ഓസ് മാറ്റിക്കേ. അവിടെ ഫുള്ള് കല്ല ഹൈറ്റില്. മുടേഷ് ഇത് സിമ്പിളായിട്ട് കയറി പോകുന്നുള്ളൂ. ഇതിലും വലിയ ജീക്കട നമ്മള് കയറി പോയതല്ലേ. അത് കുഴപ്പമില്ലായിരുന്നല്ലോ. അത് മാറണം. ഹൗസിംഗ് ഒന്നുമില്ലേ കിട്ടും. കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് അടിമപ്പണി ചെയ്യണ ഇന്ന് ചേസ് പിടിക്കണം കേട്ടോ. ക്യാമറമാൻ്റെ ഒരു രോദന അത് കിട്ടത്തില്ല അവനെ. എടാ അത് മതിയടാ, കയറി പോയിക്കോളൂലേ. അതൊക്കെ പോട്ടെ. ഇവിടുത്തെ സൈഡിൽ പാറ മൊത്തം പൊട്ടിച്ചുണ്ടോ. ഇവിടുത്തെ പാറ മൊത്തം പൊട്ടിച്ചിട്ടേക്കണേ കേട്ടോ. ഇവിടെ വട്ടത്തിലാണ് കിടക്കണേ. കാല് കൊടുക്കേണ്ട ആവശ്യമില്ല. പോട്ടെ. ഷാറുക്കുട്ട മാറിക്കേ. നല്ല കോട കയറി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കോട. അത്യാവശ്യം കോട കയറിയുണ്ടോ അവിടെ. നല്ല കോടയാ. അപ്പോൾ മുകളിലോട്ട് നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നേ. ഈ വഴി ഇങ്ങനെ മുകളിലോട്ട് കയറി പോണേ. എവിടം വരെ പോകും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും മുകളിൽ വരെ പോവാം. എന്തായാലും എന്താ പറയാനുള്ളത്? ഭയങ്കര പാട്ടാട്ടോ എല്ലാവരും. എല്ലാവരും എൻജോയ് മൂഡില്ല. ഇതുപോലെ ഒരു സ്ഥലം നമ്മൾ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ വാഗമണില്. അതെവിടെയായിരുന്നു? ആ സ്ഥലപ്പേരനായിരുന്നു. ഇതുപോലൊരു പാറയുടെ കല്ലുവാട്ട. കോലാലമേടിന്റെ അവിടെ നമ്മളൊന്ന് കയറി പോയിട്ടുള്ള. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. വഴി തീർന്നു. ഇനി പോവില്ല. നമ്മൾ പെട്ടു. ഓ ഗൈസ്, അതെ. ഇത് കയറി പോക്കിച്ചിരി ടാസ്കാ. വലിയ പാറക്കല്ല് കിടക്കുവാണ്. ഇവിടെ കയറാൻ പറ്റൂല കേട്ടോ. ഇവിടെ വലിയ കുഴിയാണ്. ഇത് കടന്നാലേ കയറി പോവുള്ളൂ. ഈ പാറ പൊട്ടിച്ച് അതുപോലെ ഇട്ടൂടാ. ആ ഒരു പീസ് ഇല്ലായിരുന്നെങ്കിൽ കയറി പോയേനെ. താഴത്തേക്ക് ഇറക്കാനും പറ്റില്ല. അവിടെ മൊത്തം ഇതാ പലാകഷ്ണം ഉണ്ടെങ്കിൽ തകർക്കായിരുന്നു. ഒരു സൈഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തൊട്ടും ഇല്ലാണ്ടായിപ്പോയി. ഇത് തള്ളിയാൽ നീങ്ങുമോ ഇല്ല. നമ്മളിപ്പോൾ അവിടെ ബ്ലോക്ക് വന്നപ്പോൾ തിരിച്ചിറങ്ങി പോകട്ടോ. സെഡായി പോയി. അപ്പോൾ ഭയങ്കര സീനുള്ള പാറ. അപ്പോൾ നമ്മൾ പോയിട്ട് വെറുതെ റിസ്ക് എടുക്കുക. നമ്മൾ ഒറ്റ വണ്ടിയല്ലേ ഉള്ളൂ. പെട്ടുപോയി കഴിഞ്ഞാൽ പണി പാടൂലേ. വിളിച്ചാൽ വരാൻ പോലും ഇപ്പോൾ ആരും. ഞങ്ങളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കയറി വന്നാൽ പറയാട്ടോ. ആ പാറ വഴി തിരിച്ചിറങ്ങുക. എന്തേ നിയാസിക്കായിട്ട് വണ്ടി ഓടിക്കണേ. നിയാസിക്ക് സെഡ് ലൈഫായിട്ട് കയറിയിരിക്കും വണ്ടിക്കകത്ത്. ഈ പാറ ഇനി കടന്നു പോകണം.
കാര്യം പറയാം, നമ്മൾ ആ കോലാലമേട് വെച്ച് കിടന്ന പാറ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്. ഓട്ടെ ഗായ്സ്. വേണ്ട വേണ്ടെന്ന് വെച്ചാൽ വന്നു പോവാ. ആ 4 വീലൊന്നും ഇടാവോ? ആ വണ്ടിയിൽ നശിപ്പിക്കാണ്ട്. ഓ സെഡ് ലൈഫായിട്ട് തിരിച്ചറിയാകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ നല്ല മഞ്ഞ നമുക്ക് പാവു പുളി സാധനം. സൈഡിലേക്ക് കേട്ടോ ഇവിടെ വന്ന് മാറോട്ട് ഇഷ്ടേക്കാം. ഞാൻ ഈ സൈഡിൽ നിന്ന് വീഡിയോ പിടിക്കുന്നു. കേട്ടോ കയറി വന്നാൽ ഭയങ്കര രസമായിരുന്നു. ഇതിപ്പോൾ ഇറങ്ങി വരണ്ടോന്നും സാരില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം ഈ വഴി കയറി വരാം. ഈ വഴി പൊളിച്ചേനെ. ഓ കയറി വന്ന് പൊളിച്ചേനെ കേട്ടോ. കറങ്ങി കയറി വന്നേ. വലിയൊരു കുഴിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ചാണ്ടി ഇറങ്ങി ഈ വഴി ഇറങ്ങിപ്പോടെ കണ്ടുപിടിച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് മഴയത്ത് ഇവിടെ തിരിച്ച് കയറണം കേട്ടോ. ജീപ്പായിട്ട് കയറണം. പോലീസുണ്ടോ? മാസ്ക് ഇല്ല. ഫുൾ മഞ്ഞാട്ടോ, ഫുള്ള് കുട കയറുവാണ്. എന്ത് രസമെന്നുണ്ടോ, അടിപൊളിയാണ്. അതെ, നല്ല ശരിക്കും പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് അപ്പം മേലേക്ക് പോയത്, അവിടെ കിട്ടിയില്ല. പക്ഷെ എന്നാലും റോഡും വഴിയും. അതെ, ചിലപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ വന്നിട്ട് ആ കല്ലൊക്കെ അടിച്ചു പിടിച്ച് മേലേക്ക് കയറും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും കൂടെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പോയിട്ടാ കാര്യമുള്ളൂ. അതെ, പക്ഷെ ഈ വഴി കാണാൻ ഭയങ്കര ഒരു വൈബ് കേട്ടോ. നമ്മൾ റോഡിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, പാവം കണ്ണൂരാര് ബാക്കി ഇരിക്കോട്ടെ രണ്ടുപേരും. റൈറ്റിലോട്ടൊരു വഴി വന്നു കേട്ടോ. രണ്ടും കൽപ്പിച്ച് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. അല്ല, റൈറ്റിലോട്ടൊരു വഴി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ജസ്റ്റ് വന്നതായിട്ട് ഞങ്ങൾ കണ്ടു. എന്തായാലും വീട്ടിൽ അവിടെ പോയി നോക്കാം.
ആരെ വീട്ടിലേക്ക്? പിള്ളേരുടെ വീട് താഴെ. ഇവിടെ വണ്ടി പോണ വഴിയാണ്, ഇഷ്ടംപോലെ വണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെയായാലും ചെന്ന് എത്തുമെന്ന് കലാശിക്കുമെന്നും മനസ്സിൽ ഉറപ്പുണ്ടല്ലോ. പോയി നോക്കാൻ വേണ്ടി കയറിയതാണ് എന്തായാലും. ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ചെന്ന് നിൽക്കുമോ ഇത്? അതെ, വണ്ടി ഇഷ്ടം പോലെ പോണ വഴിയാണ്. ചെറിയ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എന്നതും ആണോ, ആദ്യമായിട്ടല്ലേ പോണത്. അതെ, ഞങ്ങൾക്ക് വഴി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി വലിഞ്ഞു കയറും കേട്ടോ. തെറ്റ് മാത്രമേ ഉള്ളൂങ്കിലും ഗോപു കേട്ടാ, തെറ്റ് പറ്റാത്തത് ആരുണ്ട് ഗോപു? ഇതൊക്കെ അടിപൊളി കേട്ടോ. താഴത്തേക്ക് നോക്കൂ, താഴത്തേക്ക് നോക്കാനല്ലേ പറഞ്ഞ, എന്നെ ഉള്ളത് പോയി നോക്കണ പോയി, അതല്ലേ പറഞ്ഞേ. താഴേക്ക് നോക്ക്. ഉള്ളിലേക്ക് ഇത് മറ്റേ വഴി പോലെ തന്നെ ഒരു വഴിയല്ലേ? ജാസിന്റെ പാട്ടിന് ഇപ്പൊ കോപ്പറേറ്റ് കിട്ടിയനൊക്കെ അവൻ. സൈഡിലത്തെ പടുതേക്ക് ഇട്ടു നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നനയുന്നില്ല കേട്ടോ, ഒരു തുള്ളി വെള്ളം പോലും അകത്ത് വരുന്നില്ല. ഞാനൊരു ചെണ്ടയായില്ലോ, ആർക്കും ചെണ്ട കൊട്ടാലോ അല്ലേ? എടാ ഇത് തുറന്നിട്ട് ഇടാറുന്ന സാധനം ഊരി വെച്ചാലും വെള്ളം കയറുമല്ലോ ഒറ്റയ്ക്കത്തി. 314. സോറി ഗൈസ്, 314 പുകഞ്ഞു പോയില്ല. അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഞാൻ ലാസ്റ്റ് വേറൊരു സൂത്രം കാണിച്ചു തരാൻ കേട്ടോ, ഇപ്പൊ പറയില്ല. അതെ നോക്ക് എൻ്റെ മോനെ, ഏതാ സ്ഥലം നോക്കി. വാവ്, ഭയങ്കര രസം. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടുമാക്കാൻ കൂണോല അവൻ കൂണ്ട്. ദേ ഇവിടെ വന്ന് കേറിയപ്പോ വണ്ടിക്ക് വേറൊരു കംപ്ലൈന്റ് കിട്ടി. സുഹേല നീ ഇത് കണ്ടോ? ഇത് നോക്കി, അവിടെ വണ്ടിയുടെ പ്ലേറ്റിന്റെ നട്ട് ഒടിഞ്ഞു പോയി. പ്ലേറ്റ് ഇല്ല ഇപ്പൊ, പ്ലേറ്റിന്റെ നട്ട് പോയി. എനിക്കറിയാൻ പാടില്ല, അത് തന്നെ താഴെ ഇറങ്ങിക്കോളും. നമ്മൾ വണ്ടി എടുത്താൽ മതി, അപ്പൊ തന്നെ താഴെ ചാടും. പ്ലേറ്റ് പോയിടാ മതി. പക്ഷെ ഇത് കെട്ടി ഞാൻ തൊടുപുഴ വരെയും പോവും. മറിക്ക് വണ്ടി കയറി ഇരിക്കട്ടെ. മണം അടിക്കാതെ എന്തോ അടിച്ചേക്കണേ, നല്ല മൂത്ത സാധനം എന്തോ. അതെ, മണം അടിക്കണ വാറ്റാണോ ഒളിയാ? തല കൂട്ടി ഇടിച്ചു ഗൈസ്. ഇനി കൈ പൊങ്ങൂല. അവൻ ലോക്കിട്ട് പോയിക്കോട്ടോ, അവൻ ലോക്ക് ഇടും. എന്റെ കൈ ഇങ്ങനെ കിടക്കാം. അതേതാ പേര് വെച്ച സെറ്റ് ചെയ്തേക്കോട്ടോ. മൊത്തം നനഞ്ഞേക്കുവാ. ഫുൾ സെറ്റ് ചെയ്തേക്കോട്ടോ. സൈഡിൽ കർട്ടനൊക്കെ ഇട്ടു, സൈഡിൽ കർട്ടൻ ഇട്ടു, ബാക്കിൽ നമ്മൾ ഫുള്ള് കർട്ടൻ ഇട്ടു. ഫ്രണ്ട് മാസം അത്ര അടച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് മൊത്തം ഇത്ര ഗിയർ ബോക്സിൽ നമുക്കിവിടെ ഒരു പാത്തി വെച്ച് കൊടുത്താലോ? ഒഴുകി രണ്ട് സൈഡിൽ വെള്ളം രണ്ട് സ്ഥലം ഒഴുകി പൊക്കോളാം. ഗ്ലാസും തുറന്നു വെക്കാം. ഓ എന്നാ ബുദ്ധിയാടാതെ. ഇച്ചിരി താത്തിയിടുക നല്ലൊരു ഇതായിരുന്നു. ഞാനേ മഴയത്ത് കുളിക്കുക, ഈ പുള്ളിത്ത് താത്തിയിടാനുള്ളത്. പാറയുടെ അവിടെയുള്ള വ്യൂ പോയിന്റ്. മനുഷ്യ ഞാൻ മൊത്തം നനീനെ വണ്ടി തിരിച്ചിട്ട് ഞാൻ നനയില്ലേ?
ഈ പുള്ളി മൊത്തം ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കോട്ടെ. ആ മൊത്തം നനഞ്ഞു. തുറന്നു പടാതെ ഇങ്ങോട്ട് വ്യൂ പോയിന്റ് ആട്ടോ എന്തായാലും. പക്ഷെ ഭയങ്കര മഴയായിപ്പോയി. ജോഷി എന്നെ ചതിച്ചാ ശാല, ജോഷി എന്നെ ചതിച്ചു. എന്റെ പൊന്നെ എന്നെ ഏറി കേട്ടിട്ട് കേട്ടോ. സംഭവം അടിപൊളി എന്തായാലും സത്യം. നാറിയോട് ഉണ്ടായിരിക്കും നിനക്കത് വേണം. കണ്ടോ അതെ എന്റെ ഗ്ലാസ് കാത്തിട്ടോ. അമ്മാതിരി വെള്ളം ചാടിക്കൊണ്ടിരിക്കണേ. ഫോണൊക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ പോയി. ചെളിയാട്ടോ, കറന്ന ചെളി കറക്കോട്ടെ. വെള്ളം കഴിഞ്ഞാൽ അപ്പ സെൻസർ അടിക്കും കേട്ടോ. ഞാൻ വെള്ളത്തിൽ അമ്മ ക്വാറന്റൈനിൽ ഇരിക്കോട്ടെ. ഇവിടെ മേളിൽ ഇപ്പൊ ഉണ്ടാവും. നോക്കി കാണിച്ചു അവിടെ ഇതിനകത്ത് കൊണ്ടുപോയി പോലെ വേണമെങ്കിൽ എടാ കുട്ടാ, എടാ കുട്ടാ, എടാ കാണാൻ പറ്റുമല്ലോ അതിനെ. ആ നിങ്ങൾ കൊച്ചിനെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണല്ലേ? കുമ്പളപ്പം കൊടുത്താലും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ അമ്മലിനെ കളിയാക്കും കേട്ടോ. അതാ നിനക്കെന്നോട് പറയാ വല്ലതും പറയണ്ട. കണ്ടു വാഗപ്പൂവിൻ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, കാരണം എല്ലാ ഗ്യാങ് മെമ്പേഴ്സും എല്ലാം ഉള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമല് മാത്രം ഇല്ലായിരുന്നു, ആൾ ക്വാറന്റൈനിൽ കൊറോണയായിട്ട് ഇരിക്കുവായിട്ട് റൂമിൽ. നമ്മളതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും അവനൊരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയും അടിപൊളിയായിട്ട് ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറേ നാൾ കൂടിയിട്ടാണ്. എന്തായാലും അവൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ക്വാറന്റൈനും കൊറോണയെല്ലാം മാറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പൊളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.